2024 ഇലക്ഷനിൽ വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് ആർക്കും തന്നെ തർക്കമില്ലാത്തൊരു കാര്യമാണ്. 44 സീറ്റുകളിൽ നിന്നും 99 സീറ്റുകളിലേക്കുള്ള വലിയ ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനമായിരുന്നു കോൺഗ്രസ് കാഴ്ചവെച്ചത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമുണ്ടാവില്ല. അതിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള 6 സീറ്റുകളടക്കമുണ്ട് എന്നുള്ള കാര്യമൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ സംഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഞാനിപ്പോൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്കൊന്നും കടക്കുന്നില്ല, പക്ഷേ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ചിരുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അതിൻ്റെ ബലത്തിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്കൊക്കെ തന്നെ തിരികെ വരികയും ഇന്ത്യ മുന്നണിയിലെ നിരവധി കക്ഷികളുമായി സഖ്യത്തിലേർപ്പെടുകയും അവരുടെയൊക്കെ തന്നെ വലിയ പിന്തുണയോട് കൂടിയിട്ടാണ് ഉത്തർപ്രദേശിൽ നിന്ന് 6 സീറ്റുകളടക്കം നിരവധി സീറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ സൃഷ്ടിക്കാൻ മാത്രമുള്ള ഒരു പാർട്ടിയായി അവർ മാറിയത്. അതിനു മുമ്പ് ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഏതെങ്കിലും പാർട്ടികൾക്ക് ലോക്സഭയിലേക്ക് ഒരു 10% സീറ്റുകളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടുമായിരുന്നുള്ളൂ. അപ്പോൾ അതുപോലും ഉണ്ടാകാതിരുന്നൊരു പാർട്ടിയാണ്. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും പിൻബലത്തിലാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി മാറിയത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മണ്ടത്തരങ്ങൾ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതിൽ ഏറ്റവും അവസാനത്തെ മണ്ടത്തരമാണ് കേരളത്തിൽ വന്നുകൊണ്ട് കേരളത്തിൽ അധികാരം പിടിക്കുന്നതിനും ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളൊക്കെ കൺസോളിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം BJPയുമായിട്ട് വലിയ ചങ്ങാത്തത്തിലാണ് CPM എന്ന് പറയുകയും ആ CPM എന്തിനെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെതിരെ എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടപടിയെടുക്കാത്തത്, അറസ്റ്റ് ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ പിണറായി വിജയൻ്റെ പ്രതികരണത്തിൽ ഏറ്റവും ആദ്യം മുൻപിലേക്ക് വന്നത് രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു വിമർശനം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ തൊടുത്തുവിടുകയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ പറയുമ്പോൾ മോദിയെയും അതുപോലെ അമിത്ഷായും ഒക്കെ എതിർക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതൊക്കെ നിരന്തരമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് CPM. പക്ഷേ ഇത്തരത്തിൽ കൂടെ നിന്ന് ചതിച്ചയാളോടാണല്ലോ ഏറ്റവും കൂടുതൽ വിരോധം തോന്നുക, നമുക്ക് വിഷമവും സങ്കടവും ഒക്കെ തോന്നുക. നമ്മൾ വിശ്വസിച്ച് സഹായിച്ച ആളുകൾ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ചതിക്കുമ്പോഴാണല്ലോ, ആ ചതിക്കുന്ന വികാരം തന്നെയാണ് CPMന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞോട്ടെ. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയെ ഏതാണ്ട് രാഹുൽ ഗാന്ധി ഇതിനകം ശിഥിലമാക്കിയിരിക്കുന്നു. ഇനി 2029 തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇത് പിണറായി വിജയൻ്റെ മാത്രമുള്ള ഒരു പ്രശ്നമല്ല. കാരണം അരവിന്ദ് കെജ്രിവാളിനെ യഥാർത്ഥത്തിൽ ജയിലിൽ പോകേണ്ടി വരികയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹവുമൊക്കെ ഏറെക്കുറെ തകർന്നു പോവുകയും ഒക്കെ ചെയ്തതിൻ്റെ കാര്യം തന്നെ കോൺഗ്രസ് അവിടുത്തെ ലഫ്റ്റനൻറ്റ് ഗവർണർക്കൊക്കെ തന്നെ ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള കേസെടുക്കാൻ തന്നെ പ്രചോദനമായത് എന്ന് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാളിൻ്റെ മദ്യനയ കേസിൽ അഴിമതിയെക്കുറിച്ചുമൊക്കെ തന്നെ ഡൽഹിയിൽ വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തുന്നത് BJPയോടൊപ്പം നിന്ന് നടത്തിയതുമൊക്കെ തന്നെ കോൺഗ്രസ്സുകാരാണ് എന്നുള്ളതൊക്കെ തന്നെ മറന്നു പോകരുത്. ഇതാണ് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ ഡൽഹിയിൽ അവർ ചെയ്തതെങ്കിൽ തമിഴ്നാട്ടിൽ അവർ ഏറ്റവും ഒടുവിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ DMKയുടെ സഖ്യം വിട്ടിട്ട് ഒരു സുപ്രഭാതത്തിൽ DMK സീറ്റ് കൊടുത്തുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് അവിടെ നിന്ന് ജയിക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ നിന്നും ജയിക്കാറില്ല. പക്ഷേ 2 മന്ത്രിമാർ എന്ന് പറയുന്ന അപ്പക്കഷ്ടം വിജയ് വെച്ച് നീട്ടിയപ്പോൾ തന്നെ ബാക്കിയുള്ള പാർട്ടികൾ CPMും അതുപോലെ CPIയും അതുപോലെ മുസ്ലിം ലീഗും പോലെയുള്ള നിരവധി പാർട്ടികൾ DMKയുടെ സഖ്യത്തിലായിരുന്നു. അവരെല്ലാം തന്നെ DMK സഖ്യം വിട്ടിട്ട് യഥാർത്ഥത്തിൽ ഈ വിജയനെ പിന്തുണക്കാൻ തീരുമാനിച്ചു. പക്ഷേ പിന്തുണക്കാൻ തീരുമാനിച്ചപ്പോഴും അവരൊക്കെ തന്നെ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് CPIയും CPMും ഒക്കെ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, അവർ DMKയുടെ സ്റ്റാലിനോട് ഇന്ന് സംസാരിക്കുകയും ഞങ്ങൾ പിന്തുണ കൊടുത്തില്ലെങ്കിൽ AIADMKയിൽ നിന്ന് ചില പിന്തുണകൾ കിട്ടാൻ സാധ്യതയുണ്ട്, അങ്ങനെ വന്നാൽ BJPക്ക് അവിടെ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ, പിന്തുണ കിട്ടിയിട്ടും കാര്യമില്ല, പക്ഷേ AIADMKയുടെയും BJPയുടെയും കൂടി പിന്തുണ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകുമെന്നും അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തിരിച്ചടിയാകുമെന്നും അതുകൊണ്ട് ഞങ്ങൾ പിന്തുണ കൊടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് MK സ്റ്റാലിനെ കൂടി കൺവിൻസ് ചെയ്തുകൊണ്ടാണ് അവർ പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ കോൺഗ്രസിനകത്ത് ഒട്ടൊന്നും ഉണ്ടായില്ല. കോൺഗ്രസ് നോക്കിയപ്പോൾ 2 മന്ത്രിസ്ഥാനം കിട്ടും, അപ്പോൾ തന്നെ മുസ്ലിം ലീഗിനൊക്കെ ഒരു മന്ത്രിസ്ഥാനം കിട്ടും, പിന്നെ സ്റ്റാലിനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാര്യം തൽക്കാലം ഇപ്പോൾ അവരുടെ ബലത്തിലാണ് ജയിച്ചത്. പക്ഷേ എങ്കിലും ഇനിയിപ്പോൾ നോക്കേണ്ട കാര്യമില്ല, അടുത്തത് വിജയുടെ ബലത്തിൽ ജയിക്കാം എന്ന് വിചാരിച്ച് രാത്രിക്ക് രാത്രി ഇവരെന്ത് ചെയ്തു, സ്റ്റാലിനോടൊന്നും പറയാതെ കൂറുമാറി. അപ്പോൾ അത് തന്നെ സ്റ്റാലിൻ പറഞ്ഞിരുന്നു, ഇത് രാഷ്ട്രീയ ചതിയാണ് കോൺഗ്രസ് കാണിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും അവർ കേട്ടില്ല. രാഷ്ട്രീയ ചതിയാണെന്ന് സ്റ്റാലിൻ മാത്രമല്ല പറഞ്ഞത്,
തേജസ്വി യാദവ് അവിടെ കഴിഞ്ഞ തവണ പാർലമെൻറ്റിലേക്ക് സീറ്റ് കൊടുത്ത് 6 പേരെ ജയിപ്പിച്ചത് തേജസ്വി യാദവാണ്. തേജസ്വി യാദവും പറഞ്ഞത് ഇത് മഹാവൃത്തികേടാണ്, ഈ പറഞ്ഞ പോലെ ചതിയാണ് നിങ്ങൾ കാണിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസിനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊന്നും കോൺഗ്രസ് മൈൻഡ് ചെയ്തില്ല. കാരണം 2 മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു മന്ത്രിസ്ഥാനം കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചാടിക്കയറി മന്ത്രി കസേരയിലേക്ക് ഇരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വേണം യഥാർത്ഥത്തിൽ ഈ പറയുന്ന പിണറായി വിജയനെതിരെയുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം കൂടി വന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ കാണാം. ഈ പിണറായി വിജയൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം വന്നിട്ട് കോൺഗ്രസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. രാഹുൽ ഗാന്ധി എന്തായാലും വേണ്ടിയിട്ടില്ല. വി.ഡി. സതീശൻ 10 തവണ ചോദിച്ചിട്ടും എന്ത് ചെയ്തിട്ടില്ല. അദ്ദേഹം മിണ്ടൂല എന്ന് പറഞ്ഞ് ചുണ്ടിലെന്തോ ഫെവിസ്റ്റിക് ഇട്ട് ഒട്ടിച്ച് വെച്ചേക്കാണ്, ക്വിക്ക് ഫിക്സ് എന്തോ ഇട്ട് ഒട്ടിച്ച് വെച്ചേക്കാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം എന്ത് ചെയ്യില്ല, മിണ്ടാൻ തയ്യാറല്ല ഇതിനെക്കുറിച്ച്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും ഒക്കെ നാഷണൽ ഹെറാൾഡ് കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുകയും 9 മണിക്കൂറിലധികം ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം അതിനെ അപലപിക്കുകയും ഇതിനെ രാഷ്ട്രീയ വേട്ടയാണ് എന്ന് പറയുന്നത്, ഇത് പൊളിറ്റിക്കൽ വെൻഡേറ്റയാണെന്ന് പറയുകയൊക്കെ ചെയ്തത് CPM-ഉം CPI-യും അടക്കമുള്ള ആളുകളാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും കോൺഗ്രസ് ഓർത്തില്ല, കോൺഗ്രസ് മിണ്ടിയിട്ടില്ല. ഇനി ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ട 3 നേതാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം കൂടി ഒന്ന് വായിക്കാം. ആ അഭിപ്രായം കൂടി വായിക്കുമ്പോൾ ഏതാണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാവും. അതിലൊന്ന് അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറാണ്, ഇന്ത്യ മുന്നണിയിൽ ചേർന്ന് നിന്നൊരു കക്ഷിയായിരുന്നു. അവർ പറഞ്ഞിട്ടുള്ള വാചകം: പിണറായി വിജയൻ്റെ വസതിയിൽ നടന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡിന് പിന്നിൽ കോൺഗ്രസ് BJP ഒത്തുകളിയാണ്. പ്രാദേശിക പ്രതിപക്ഷ പാർട്ടികളെ തകർക്കാൻ BJP കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണിത്. ഞാൻ പറഞ്ഞിരുന്നു, BJPയുടെ ഏറ്റവും വലിയ ലക്ഷ്യം കോൺഗ്രസ് അല്ല, അതവർ പുറത്തു പറയുന്ന തന്ത്രം മാത്രമാണ്. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. ആ പാർട്ടികളെ തകർക്കാൻ BJP കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് മാത്രമല്ല, അത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടുള്ളത്. ഇനി 2029 തെരഞ്ഞെടുപ്പിൽ ഇവരുടെയൊക്കെ സഹായം കൂടി മേടിച്ചുകൊണ്ട് വേണം കോൺഗ്രസ് ഈ 99 സീറ്റുകൾ നിലനിർത്താൻ എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കേണ്ടത്. ഇനി അടുത്തത്, ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയായിരുന്ന, കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായിരുന്ന തേജസ്വി യാദവ്, RJD നേതാവ്, പഴയ ലല്ലു പ്രസാദ് യാദവിൻ്റെ മകൻ്റെ കമൻ്റാണ്, അതും കേൾക്കേണ്ടതാണ്. 12 വർഷത്തിനിടെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ ഒരുപാട് കേസുകൾ കെട്ടിച്ചമച്ചു, ഒട്ടേറെ റെയ്ഡ് നടത്തി, പലരെയും ചോദ്യം ചെയ്തു. എന്നാൽ നടപടിക്ക് പിന്നാലെ BJPയിലേക്ക് കൂറുമാറിയവർക്ക് ക്ലീൻ ചിറ്റ് കിട്ടി. ചിലർ ഉന്നത പദവികളിലും എത്തി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഹിമന്ത ബിശ്വ ശർമ്മ, സുവേന്ദു അധികാരി, അതുപോലെ തന്നെ നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവടക്കം നിങ്ങൾ അറിയേണ്ടത്, ഞാൻ പറഞ്ഞതാണ് എല്ലാ ഡീറ്റെയിൽസും. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശരത് പവാറിൻ്റെ അനന്തരവനായിട്ടുള്ള നേതാവടക്കമുള്ള ആളുകളൊക്കെ തന്നെ, അദ്ദേഹമടക്കം തന്നെ അവിടെ ഉപമുഖ്യമന്ത്രിയായി മാറി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ ക്രാഷിൽ കൊല്ലപ്പെട്ടു, ഫ്ലൈറ്റ് ക്രാഷിൽ കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയാം. അദ്ദേഹമടക്കമുള്ള ആളുകൾക്കെല്ലാം തന്നെ ഉന്നത പദവികളിലും എത്തി. എല്ലാറ്റിനും ഒടുവിൽ സത്യവും നീതിയും സംരക്ഷിക്കപ്പെടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ വായിക്കാം. നീതി സംരക്ഷിക്കപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. മറ്റേതിൻ്റെ ഹെഡിങ് നിങ്ങൾ അറിയേണ്ടത് ഒത്തുകളി എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഏത് ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ മനോരമയുടെ ഹെഡിങ് ആണ്. 12 വർഷത്തിനിടെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ ഒരുപാട് കേസുകൾ കെട്ടിച്ചമച്ചു, ഒട്ടേറെ റെയ്ഡ് നടത്തി, പലരെയും ചോദ്യം ചെയ്തു. എന്നാൽ നടപടിക്ക് പിന്നാലെ BJPയിലേക്ക് കൂറുമാറിയവർക്ക് ക്ലീൻ ചിറ്റ് കിട്ടി. ചിലർ ഉന്നത പദവികളിലുമെത്തി. എല്ലാറ്റിനും ഒടുവിൽ സത്യവും നീതിയും സംരക്ഷിക്കപ്പെടും. തേജസ്വി യാദവ്, RJD, BJPയുടെ ബീഹാറിലെ ഏറ്റവും വലിയ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയാണ് എന്നുള്ളത് ഓർക്കണം. ഇനിയാണ് MK സ്റ്റാലിൻ്റേത്. BJPയുടെ ആയുധം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹെഡിങ് കൊടുത്തേക്കുന്നത് മനോരമയുടെ. കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ആയുധമാക്കുന്നത് തുടരുകയാണ്. BJP പിണറായിയെ എന്തുകൊണ്ടാണ് ലക്ഷ്യമിടാത്തതെന്ന ചില കോൺഗ്രസ് നേതാക്കളുടെ വീണ്ടുവിചാരമില്ലാത്ത ആരോപണങ്ങളുടെ പൊള്ളത്തരം കൂടിയാണ് പുറത്തായത് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൽ 2 നേതാക്കൾ കൃത്യമായി കോൺഗ്രസിനെതിരെ കൂടി സംസാരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ആയുധമാക്കുന്നത് തുടരുകയാണ്. BJP പിണറായിയെ എന്തുകൊണ്ടാണ് ലക്ഷ്യമിടാത്തതെന്ന് ചില കോൺഗ്രസ് നേതാക്കളുടെ വീണ്ടും വിചാരമില്ലാത്ത ആരോപണങ്ങളുടെ പൊള്ളത്തരം കൂടിയാണ് പുറത്തായത്. എന്ന് പറഞ്ഞാൽ കൃത്യമായി അത് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. ഇതാണ് MK സ്റ്റാലിൻ, തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയും DMKയുടെ പരമോന്നത നേതാവും പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മമതാ ബാനർജി നേരത്തെ തന്നെ നമുക്കറിയാം ഇന്ത്യ മുന്നണിയുമായിട്ട് ചെറിയ അകൽച്ചയിലാണ്. കൂടാതെ നമുക്കറിയാം ഈ പറയുന്ന നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുടെ ചെയർമാനാക്കിയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ വിട്ട് BJPയോടൊപ്പം പോയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് ഇപ്പോൾ അതിനെ തകർക്കാനുള്ള പരിശ്രമം പരിപൂർണമായി തന്നെ
രാഹുൽ ഗാന്ധി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇനി 2029 തെരഞ്ഞെടുപ്പിൽ വളരെ ഈസിയായി ഈ ലെവലിൽ തന്നെ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ, ഇതേപോലെ തന്നെ നിങ്ങൾ വീണ്ടും പരിശ്രമിക്കുകയാണെങ്കിൽ, കോൺഗ്രസ് രാഹുൽ ഗാന്ധിയൊക്കെ പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ BJPക്ക് അധികാരത്തിലെത്താൻ കഴിയും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കഴിഞ്ഞ തവണ കുറഞ്ഞ 60 സീറ്റുകൾ കൂടി തിരിച്ചു പിടിക്കാൻ അവർക്ക് കഴിയും. അതിന് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ സഹായം അവർ അഭ്യർത്ഥിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടോപ്പിക്ക് കഴിഞ്ഞു. ഇത് താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. നമ്മുടെ ഒരു ചാനലിനെ കുറിച്ചാണ്, കേട്ടവർ കേൾക്കേണ്ടതില്ല. നമ്മുടെ പുതിയൊരു ചാനൽ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. പൊതുബോധത്തിനും അപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നുള്ളതാണ് അതിൻ്റെ മലയാളം എന്ന് പറയുന്നത്. ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു ചാനലിൻ്റെ പേരായിരിക്കും ഏറ്റവും യോജിക്കുക എന്നെനിക്ക് തോന്നി. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യ മാധ്യമങ്ങളും പത്രങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയിലുമൊക്കെ കൂടി അവർക്ക് താല്പര്യമുള്ള പലപ്പോഴും പെയ്ഡായിട്ടുള്ള ചില പ്രചരണങ്ങൾ നടത്തുകയും നമ്മുടെ ജനത്തിൻ്റെ ഒരു പൊതുബോധം സൃഷ്ടിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2021 വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച കരുതൽ മുഖ്യമന്ത്രിയായിരുന്ന ക്യാപ്റ്റനായിരുന്ന പിണറായി വിജയനെ കഴിഞ്ഞ 5 കൊല്ലങ്ങൾ കൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർത്തത് എന്നുള്ളതിനെക്കുറിച്ച്, അതിന് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ മാധ്യമ ഗൂഢാലോചനകളെക്കുറിച്ച് ഒരു മലയാള മാധ്യമവും പറയാത്ത ചില കാര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു എപ്പിസോഡ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ കുറഞ്ഞ സമയത്തിനകം, അതിൽ വളരെ കുറഞ്ഞ 10-40ഓളം വരുന്ന ആളുകൾ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ഏതാണ്ട് 400 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്തരം ആളുകളിലുള്ള നിന്ന് 10,000 പേരിലധികം അത് കണ്ടു കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത് കാണാത്തവർ കാണണം. അത്തരത്തിലുള്ള നിരവധി പോഡ്കാസ്റ്റുകൾ കൂടി നമ്മുടെ ചാനലിൽ നിന്നുണ്ടാവും. അത് മറ്റൊരു ചാനലാണ്, പേര് മറക്കണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ ചെയ്യാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് വളരെ ആവശ്യമാണ്. ആ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ഈ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ആ മെമ്പർഷിപ്പ് ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള വിവിധ എമൗണ്ടുകളുണ്ട്. അതിലേതെങ്കിലും അടച്ചുകൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം താല്പര്യമുണ്ടെങ്കിൽ. അതെടുത്തത് കൊണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തുള്ള വലിയ ബെനിഫിറ്റുകളൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ ഈ ചാനൽ നിലനിൽക്കണമെന്നും നിങ്ങൾക്ക് ഇതുപോലെയുള്ള വിവരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. ഇനി അതല്ല, നേരിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൂടെയും നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞോട്ടെ. ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് മറക്കണ്ട, കാണാനും മറക്കരുത്. BCC വിത്ത് രതീഷ് ചക്രപാണി എന്നുള്ളതാണ്.